സമൂഹമേ, രക്ഷിതാക്കളെ, കുട്ടികളെ, നിങ്ങൾ ആവശ്യം തീർത്തും പരിതാപകരം. പറയാതിരിക്കാൻ മേല. ഒരു അപകടം മുമ്പിൽ കാണണം, കണ്ട് മനസ്സിലാക്കണം ഇതൊരു കെണിയാന്നുള്ള കാര്യം. അല്ലാതെ കർണാടകയിട്ട് നേഴ്സിംഗ് പഠിക്കാമോ, ഫീസ് കുറവാണ്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതൊക്കെ എടുത്തെങ്കിൽ ചാടും. ബസ് ഫീസ് ഫ്രീ. ഇതേ ഒരു സ്ഥാപനത്തിന്റെ കെണി രക്ഷകർത്താവ് വീണു. എങ്ങനെയൊക്കെയോ സംഘടന എന്നെ ബന്ധപ്പെട്ടു, നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്താ സംഭവിച്ച്? ആദ്യം രക്ഷിതാവിന് എവിടെ നിന്നൊക്കെയോ നമ്പർ കിട്ടി. ഏജന്റുമാർ ഈ പോസ്റ്റ് വാട്സപ്പിൽ ഈ പോസ്റ്റ് ഇട്ട് കൊടുത്തു. എന്താണ് ഈ പോസ്റ്റ് പറയുന്നത്? ഫീസ് ഇത്രേ ഉള്ളൂ, മെസ് ഫീസ് ഫ്രീ, 4 സീറ്റും കൂടെ ഉള്ളൂ. രക്ഷകർത്താക്കൾക്ക് ആക്രാന്ത, ആകുലത, അയ്യോ സീറ്റ് കിട്ടത്തില്ലല്ലോ എന്ന്. ഈ സ്ഥാപനത്തിന്റെ പേര് RR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നല്ല സ്ഥലത്താ, ചിക്ബാനാര, നല്ല ഏറിയ ചിക്ബാനാര കേട്ടോ. എല്ലാവർക്കും അവിടെ തന്നെ പോകാവുള്ളൂ. ഇത് കണ്ട് ആകർഷിതനായ രക്ഷിതാവ് അവിടെ ചെന്ന് വീണപ്പം കൊടുത്തു. അവന്റെ യഥാർത്ഥത്തിലുള്ള ഫീസ് സ്ട്രക്ചർ അങ്ങോട്ട് കൊടുത്തു. ചില അഡ്വാൻസ് ഏജന്റ് വഴി കൊടുത്തു. പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്ററും കൊടുത്തു. അതിനകത്ത് കണ്ടോ, ഇതാണ് ആ ലെറ്റർ. 35,000 രൂപ എല്ലാ വർഷവും ഹോസ്റ്റൽ ഫീസ്. പിന്നെ തുണിയൊന്നും അവർ കഴുകി തരും കേട്ടോ. വലിയ മെഷീനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പ്രതിവർഷം 7,500 രൂപ. ഓ, എന്തൊരു സ്നേഹം അല്ലേ. പിന്നെ ഫുഡിന്റെ, താമസത്തിന്റെ, ആഹാരത്തിന്റെ 35,000 രൂപ പ്രതിവർഷം. അതും 6 പേര് താമസിക്കുന്ന റൂമാണ്. പിന്നെ അയ്യോ പാവങ്ങള്, നിയമം അച്ചട്ടായിട്ട് നിയമം സർക്കാർ പറഞ്ഞ അതേ രീതിയിൽ 1,40,000 രൂപ ട്യൂഷൻ ഫീസ് പ്രതിവർഷം. ആഹാ, കൈയടിച്ച് എല്ലാരും. അടുത്തൊരു കെണിയാണ് കണ്ടോ, നിയമവിരുദ്ധം. നിങ്ങളെ പച്ചയ്ക്ക് കൊള്ളയടിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലായോ ഇല്ല എനിക്കറിയത്തില്ല. 2,15,000 രൂപ രജിസ്ട്രേഷൻ ഫീസ്. ഇത് എവിടുത്തെ രജിസ്ട്രേഷൻ ഫീസാ? ഒന്ന് ചോദിക്കണ്ടേ? വേണ്ടല്ലേ, കൊടുത്തോ. പിന്നുണ്ട് 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ്. ഓ, പിന്നെ വരുന്നു 1,800 രൂപ ആപ്ലിക്കേഷനും പ്രോസ്പെക്ടസിന്റെയും. അങ്ങനെ എത്രയായി? 4,40,000 രൂപ വെച്ച് ആദ്യത്തെ വർഷം. അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല, ഇനിയുണ്ട്, താഴെ കിടപ്പുണ്ട്. ഏതെല്ലാം ഫീസാന്ന് നോക്കിക്കേ. യൂണിവേഴ്സിറ്റി ഫീസ്, എക്സാമിനേഷൻ ഫീസ്, ആനുവൽ ഡേ ചാർജസ്, SNA, ഇന്റേൺഷിപ്പിന് കർണാടകയിൽ നേഴ്സിംഗ് കോളേജിലേക്ക് ഫീസ് വാങ്ങിക്കാൻ ആരാണ് അനുവാദം കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ ചോദിച്ചോ? അടുത്തത് സ്റ്റുഡന്റ് ക്ലബ് ആക്ടിവിറ്റീസ്. പിന്നുള്ളത് അഡ്വാൻസ്ഡ് ലാംഗ്വേജ് പ്രോഗ്രാംസ്. പിന്നെ ഉണ്ട് മെമ്പർഷിപ്സ്. ഏത് മെമ്പർഷിപ്പാണെന്ന് അറിയത്തില്ല. ആൻഡ് എനി അതർ ഫീസ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ടൈം ടു ടൈം. അതായത് കോളേജ് മാനേജ്മെന്റ് നിശ്ചയിക്കുന്ന മറ്റിതര ഫീസുകൾ. ഈ ഫീസൊക്കെ എത്രയാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഏജന്റുമാർ വഴി പോവുകയാണെങ്കിൽ സംഘടന തയ്യാറാക്കിയിരിക്കുന്ന സേഫ് അഡ്മിഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് ഉണ്ട്, ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റ്. അതിന്റെ ഫോർമാറ്റ് സൗജന്യമായിട്ട് കിട്ടുമെന്ന് വാങ്ങിച്ചോണ്ട് പോയിട്ട് ഈ കോളേജും ഏജന്റും നിങ്ങൾ തമ്മിൽ ഒപ്പിട്ട് സൂക്ഷിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞോ? ആരും കേട്ടില്ല. എനിക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇതിപ്പം സംഘടനയുടെ 1000-ഓളം മെമ്പർമാരുണ്ട്. അതിലൊരാൾക്ക് പറ്റാണ്. അയാൾ പറഞ്ഞുകൊണ്ട് സമൂഹം അറിഞ്ഞു. അല്ല, 100 കണക്കിന് നിരവധി ആൾക്കാരാണ് പെട്ട് കിടക്കുന്നത്, ഇതുപോലെ പോയി കിടക്കുന്നത്. കേട്ടപ്പോഴോ 4 സീറ്റേ മിച്ചമുള്ളൂ, 6 ഭയങ്കര സ്ഥാപനമല്ലേ. ഇതുപോലെ കൊള്ളയടിക്കുന്ന മക്കളെ കൊള്ളയടിക്കുന്ന വേറെ സ്ഥാപനം കർണാടക ഇല്ലെന്നുള്ള കാര്യം അവിടെ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, ആ രക്ഷിതാക്കൾക്കും അറിയാം. പിന്നെ ഈ കോളേജ് അടച്ചു പൂട്ടുവോ ഇല്ലയോ എന്നൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്. അത് കഴിഞ്ഞ 10-ാം തീയതി വരെ പൈസ അടച്ചവർ അത് കൊടുക്കും. ഇനി 10-ാം തീയതിക്ക് ശേഷം ഈ റിപ്പോർട്ട് എല്ലാവർക്കും സൗജന്യമാണ്. RRനെ പറ്റി ഇത് നിലനിൽക്കുന്ന ഒരു സംവിധാനം, ഇതിൻ്റെ അഫിലിയേഷൻ അന്വേഷണം വന്നാൽ നഷ്ടപ്പെടാം എന്നുള്ളതിൻ്റെ കാരണം എന്താണ്? ഇതെല്ലാം കൂടി റിപ്പോർട്ടിൽ പറയുന്നത്. താല്പര്യമുള്ള റിപ്പോർട്ട് വാങ്ങാം, ഫ്രീ ആണ്, സൗജന്യമാണ്. ഈ നമ്പറിലേക്ക് കോളേജിൻ്റെ പേര് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യത്തെ കമൻറ്റ് ബോക്സ് പിൻ ചെയ്തിരിക്കുന്ന ഫോം പൂരിപ്പിച്ച് അയക്കുക. ആർക്കെങ്കിലും 2 പേർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ പറയണം കേട്ടോ. നന്ദി.